1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. ഇന്ന് എന്താണ് സ്പെഷ്യൽ പായസം? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്വൈക്കർ ഓട്സിന്റെ കദളിപ്പഴ പായസം. ഞാൻ ഇങ്ങനെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കൊരു സന്തോഷമായിട്ടും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് സജിൻ ഇങ്ങനെ പാടിത്തരാ ബാക്ക്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടിയാൽ മതി. ഞാൻ ഇങ്ങനെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഞാനിതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. സ്റ്റാർട്ട്. ഏത് പാട്ട് പാടും? ഏത് പാട്ട് പാടിയാലും ഞാൻ കൂടെ പാടിക്കുന്നു. എന്നാ മറ്റേ പാട്ട് പാടും. പൂക്കൾ പനിനീർ പൂക്കൾ. എനിക്ക് വേറെ ഒരു പാട്ടും കിട്ടിയില്ല അല്ലേ? ഓക്കെ, അപ്പം പാവം ഞാൻ നിർത്തി അങ്ങ് വിഷമിപ്പിക്കാന്ന് തോന്നുന്നു. കരയാറായി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് നിനക്കൊരു അല്ല, ഇന്ന് രാത്രിത്തെ ഫ്ലൈറ്റിൽ ആളോട് സ്ഥലം വിടുവാണ്. അതിന്റെ ധൈര്യത്തിലാണ്. ചേച്ചി അവിടെ വീട്ടിലെ ചേട്ടനെ മലയാളം പഠിപ്പിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ആള് അങ്ങനെ മലയാളം പറയാൻ വലിയ നിർബന്ധമില്ല. എനിക്ക് വലിയ താല്പര്യമില്ല അതിനോട്. നമുക്ക് അമ്മയോടൊക്കെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ സൗകര്യമായിട്ട് പറയാൻ അതാണ് നല്ലത്. അവര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ഭാഷയിൽ പറയാൻ എല്ലാ ഭാഷയും അറിയാം. പിന്നെ ഒരു ഭാഷ അറിയില്ല. അപ്പൊ ആദ്യം കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്ത് ചേച്ചിക്ക് ഹിന്ദി പാടായിരുന്നില്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു അവിടെ വീട്ടിലെല്ലാവരോടും? അല്ല, ഹിന്ദി അറിയാം, പക്ഷെ ഭയങ്കര ഫ്ലുവന്റ് അല്ലായിരുന്നു എന്ന് മാത്രം. ഹിന്ദിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവിടെ അമ്മയോടും അവരമ്മയൊക്കെ പിന്നെ അവർക്ക് ഒരു വലിയ പ്രത്യേകത എന്താ പറയുക, ഹിന്ദിക്കാർക്ക് നമ്മൾക്ക് ഞാൻ എപ്പോഴും കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ മലയാളികൾ എപ്പോഴും മറ്റുള്ളവർക്ക് അറിയോ അറിയില്ലേ എന്ന് നോക്കിയിട്ട് നമ്മൾ സംസാരിക്കുക. തമിഴാണെങ്കിലോ നമ്മള് മലയാളം കുറച്ച് തമിഴ് കലർത്തിയിട്ടാണ് പറയാ. പക്ഷെ അവരങ്ങനല്ല. അവര് നിങ്ങൾക്ക് അറിയോ അറിയില്ല അവർക്ക് ചിന്തിക്കാൻ പോലുമില്ല. ഞാൻ ആദ്യം മിൽക്കി മിസ്റ്റിന്റെ നെയ്യ് ഒഴിച്ചു, എന്നിട്ട് പഴമിട്ടു. നല്ല ഒരു മണം വരുന്നില്ലേ? ഇനി മിൽക്കി മിസ്റ്റിന്റെ കുറച്ച് പാൽ ഒഴിക്കുവാണ്. ഓക്കെ ചേച്ചി, എല്ലാ ഓണത്തിനും വീട്ടില് ഫുൾ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? പണ്ട് മുതൽ അവിടെ പോയ സമയം മുതലേ? ഇല്ല, നാട്ടിലേക്ക് വരുമോ? ഓണത്തിന് ഇങ്ങോട്ട് വരുമായിരുന്നു. അമ്മ അച്ഛനും ഇവിടെയാണല്ലോ. അപ്പൊ അച്ഛന്റെ അമ്മേനും കൂടെ ആയിരിക്കും ഓണം വിഷു ഓണത്തിനൊക്കെ വരാം. ഞാനും അമ്മയും കൂടെ ചേർന്നിട്ടാണ് ഉണ്ടാക്കുക. ഇപ്പൊ ചേച്ചി ദുബായിന്ന് വരാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കും. അപ്പൊ എന്റെ പാലൊന്ന് തിളക്കട്ടെ. സജിനെ പാടിക്കോളൂ. പൂക്കൾ പനിനീർ പൂക്കൾ. എന്റെ മുഖത്ത് നോക്കി വാ, എന്നാ അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കണ്ട. പൂക്കൾ പനിനീർ പൂക്കൾ നോക്കണ്ട, നീയും പാട്. പിന്നെ ഒന്നും ചെയ്യണില്ല. പഴവും പാലും പഴവും കൈകളിലേന്തി. പാലും പഴവും അതെങ്കിലും പാട്. പാടിക്കോളാം കൂടെ. ഒരു കാര്യം ചെയ്യുന്നാല് ഒരു ലൈന് പാടിക്കൊടുക്കും, സജിനത് തിരിച്ചു പാടിക്കോളൂ. പൂക്കൾ പനിനീർ പൂക്കൾ. അപ്പൊ തിരിച്ച് നീയും കാണുന്നുണ്ടോ അങ്ങനെ പറയണം. ഞാൻ നോക്കത്തില്ലേ, പറയോ ഇങ്ങനെ? ഓക്കെ. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? പാല് തിളച്ചു. ഇനി ഇതിലോട്ട് ഞാന് കുറച്ച് ക്വൈക്കർ ഓട്സ് ഇടാണ്. ഓട്സ് കഴിക്കാറുണ്ടോ? പിന്നെ ഞാൻ ഓട്സില് പല വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ഓട്സ് വെച്ച് ഫ്രൈഡ് റൈസ് വരെ ഉണ്ടാക്കുന്ന ആളാണ്. ആണോ? അടിപൊളി. ഓട്സിൽ ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. അതും ഇത് തന്നെ സെയിം. ആക്ച്വലി ഇത് പ്രകൃതിദത്തമായ ധാന്യങ്ങളിൽ നിന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഒരുപാട് ഫൈബർ ഉണ്ട്. പിന്നെ ഇത് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഭയങ്കര നല്ലതാണ്. തീർച്ചയായിട്ടും നമ്മളെ ഡയറ്റിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം നമ്മളുടെ എനർജി അങ്ങോട്ട് ലാസ്റ്റ് ചെയ്യും. പെട്ടെന്ന് വിശക്കില്ല. യെസ്. ഒരു ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ തന്നെ ഇതിലുണ്ട്. ചേച്ചി ഇപ്പോഴും ഡയറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട്. അപ്പൊ ഈ ഷുഗർ ക്രേവിംഗ് അങ്ങനെ ഞാൻ കഴിക്കും. എനിക്ക് എന്താണോ തോന്നുന്നൊക്കെ ഞാൻ കഴിക്കും. ഞാൻ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാൻ അതൊക്കെ വിട്ടു കേട്ടോ. എന്നാലും ഞാനിപ്പോ ഈ ഓട്സ് ഒക്കെ എടുക്കുന്നോണ്ട് ആ ഒരു ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാൻ അതൊരു അപ്പൊ ചേച്ചി ജിമ്മിലൊക്കെ എങ്ങനെ, രാവിലെ ആണോ വൈകുന്നേരം ആണോ? രാവിലെ പോകും. ഫസ്റ്റ് ജിമ്മിൽ പോകും. ഇപ്പൊ എന്റെ പായസം ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണ്. മിൽക്കി മിസ്റ്റിന്റെ കണ്ടൻസ് മിൽക്ക് ആണ് കേട്ടോ. ഇതിലൊക്കെ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഇതിലൊക്കെ ഞാൻ ഉപയോഗിച്ചേക്കുന്ന മിൽക്കി മിസ്റ്റ് ആണ്. ഗീ ആണെങ്കിലും പാലാണെങ്കിലും കണ്ടൻസ് മിൽക്ക് ആണെങ്കിലും ഏലക്കായ മാത്രം എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഓക്കെ. എന്റെ പായസം റെഡിയാ. പെട്ടെന്ന് സിമ്പിൾ, അത്രേ ഉള്ളൂ. വളരെ എളുപ്പം. ഞാൻ ഉണ്ടാക്കിയ എല്ലാ പായസങ്ങളും വളരെ സിമ്പിൾ ആണ്. എന്തൊക്കെ വിഭവങ്ങളാണ് ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കാറ്? ഞാൻ ഓട്സ് വെച്ചിട്ട് ഓട്സിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്, ഓട്സിന്റെ ദോശ ഉണ്ടാക്കാറുണ്ട്, ഓട്സിന്റെ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇല്ലേ, അതിൽ ഓട്സിന്റെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാറുണ്ട്, ഓട്സിന്റെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുണ്ട്, ഓട്സിന്റെ സാലഡ് ഉണ്ടാക്കാറുണ്ട്. ഓട്സ് ആയിട്ടുള്ളൊരു അംഗമായിരുന്നു കുറെ നാള്. അതെനിക്ക് തോന്നുന്നത് ഇപ്പൊ എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. എല്ലാവരും ഇപ്പം ഓട്സ് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. എല്ലാവരും ഇതിന്റെ ഒരു പുറകെയാണ്.